എല്ലാവരെയും പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയൊക്കെ അനുഗ്രഹകരമായി തീരട്ടെ. വചന സൂക്ഷിപ്പാൻ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ഇന്നത്തെ യാത്രയിലത്തെ ഈ പ്രാർത്ഥനയിൽ ഈ വചന ശുശ്രൂഷ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരത്തപ്പോണം നമ്മെ ദൈവമായ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ രാത്രിയിലത്തെ വചന ശുശ്രൂഷിക്കാവുന്നത് കർത്താവിന്റെ ദാസൻ രാകേഷാണ്. പ്രിയ ദൈവദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ 2024 വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ഡിസംബർ മാസം 29 സന്ധ്യാസമയം വീണ്ടും നമുക്കിങ്ങനെ ദൈവസന്നിധിയിൽ ബ്ലസ് മീഡിയയുടെ കൂട്ടായ്മയായിട്ട് കൂടുവാൻ കർത്താവ് നമുക്ക് സാവകാശം കൃപയും നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആയുസ്സും ആരോഗ്യം നൽകിയ ദൈവത്തെ ഇന്ന് സന്ധ്യാസമയം കൂടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമുക്ക് ചുരുക്കം ജനമായി ദൈവസന്നിധിയിൽ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും പാടുവാനൊക്കെ കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷം അത്ഭുതമായി നമ്മളെല്ലാവരെയും അയക്കുന്ന സ്ഥാനത്ത് കർത്താവ് ഉള്ളെങ്കിൽ വഹിച്ചല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, സഹോദരി സഹോദരന്മാരെ, കർത്തദാസന്മാരെ, അവരെ ശുശ്രൂഷകളെ, ദൈവസഭകളെ എല്ലാം കർത്താവ് വഹിച്ചോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് കൂട്ടായ്മയുടെ അധ്യക്ഷനായിരിക്കുന്ന രാജൻ പാസ്റ്ററായി സ്തോത്രം ചെയ്യുന്ന, ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്ന, അവരുടെ തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്ന കടന്നു വന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ 3 ദിവസമായിട്ട് നിങ്ങളുടെ കൺവെൻഷനെ കർത്താവ് പൂർണ്ണമായി അനുഗ്രഹിച്ചുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യട്ടെ. അത് ശുശ്രൂഷിക്കപ്പെട്ട വചനങ്ങൾ അത് ദേശങ്ങൾക്ക് വിടലായി തീരുവാൻ കടന്നു വന്ന ദൈവജനത്തിന് അനുഗ്രഹം വിടലാക്കി തീരുവാൻ അന്നേരം മാത്രമുള്ളൊരു സന്തോഷം മാത്രമല്ല, കൂട്ടായ്മയുടെ സന്തോഷം മാത്രമല്ല, ബാബുചെറിയൻ പാസ്റ്റർ 10-20 വർഷം മുമ്പ് തൊട്ട് പറയുന്നൊരു കാര്യമാണ്. കൂട്ടായ്മയുടെ സന്തോഷം മാത്രമല്ല, കൂടെ നടക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം, സമാധാനം, ശക്തിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. കൂട്ടായ്മയിൽ വരുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും, സൗഖ്യം ലഭിക്കും, ആശ്വാസം ലഭിക്കും. പക്ഷെ അതിലുപരിയായി യേശു നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവം കൂടി നമുക്ക് വളരെ ആവശ്യമാകുന്നു. കർത്താനാത്മാവ് അങ്ങനെ ഒരു കഴിഞ്ഞ വർഷം നമ്മളെ നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്ന പുതിയ വർഷം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ആയുസ്സുമാർഗ്ഗം നൽകിയാൽ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. അനേകർ ഈ ലോകം വിട്ട് പോയി, അത് മറ്റനേകർ ആശുപത്രിയിലും ഭവനങ്ങളിലൊക്കെ കിടപ്പിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് കരുണ കാണിച്ചത് നമ്മുടെ ബലം കൊണ്ട്, ആരോഗ്യം കൊണ്ടോ, നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടോ, ഉപവാസം കൊണ്ടോ അല്ലല്ലോ എന്ന് നമുക്കത് വ്യക്തമായി നമുക്ക് തന്നെ അറിയാം. കർത്താവിൻ്റെ കൃപയാൽ അവൻ്റെ കരുണയാൽ ആകുന്നു നാം നിൽക്കുന്നത്. അത് ഈ ലോകത്തിൽ നമുക്ക് കർത്താവിൻ്റെ ദൗത്യത്തിൽ നാം ചെയ്തെടുക്കാൻ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുകൊണ്ടാണ് നമുക്ക് ആയുസ് നീട്ടി തന്നത്. ഒന്നും കൂടി ശുദ്ധീകരിക്കപ്പെടുവാൻ, ഒന്നും കൂടി ബലപ്പെടുവാൻ, ഒന്നും കൂടി മറ്റുള്ളവരെ ബലപ്പെടുത്തുവാനും കർത്താവിന് വേണ്ടി ആദായപ്പെടുത്താനൊക്കെയാണ് കർത്താവിൻ്റെ ആ ദൈവിക ഉദ്ദേശനായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ 1-2 കാര്യങ്ങൾ ദൈവിക ആലോചന ദൈവസന്നിധിയിൽ പങ്കുവച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ കൺവെൻഷൻ്റെ അവസാന ദിവസം ഞായറാഴ്ച സഭായോഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കൂടി കേട്ട് വന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതിനോട് ചേർന്ന് ഒരു കാര്യം, അവിടെ എന്താ സംസാരിച്ച് എനിക്കറിയില്ല, എങ്കിലും നമ്മുടെ സന്ധ്യാസമയത്തെ ധ്യാനത്തിന് സ്തോത്രം അതും കൂടി ഒരു ബലമായി തീരട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു. മാത്രം നമ്മുടെ ബ്ലസ് മീഡിയയുടെ കൂട്ടായ്മയുടെ അവസാനത്തെ ഈ വർഷത്തെ യോഗം കൂട്ടായ്മയാണല്ലോ. സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത വർഷം നമ്മൾ കൂടുമ്പോൾ വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ് ആയിട്ടാണല്ലോ കൂടുന്നത്. അതുകൊണ്ട് ഈ ഞായറാഴ്ചത്തെ നമ്മുടെ ഈ കൂട്ടായ്മ സഭായോഗം വലിയ അനുഗ്രഹമായി വിടലായി തീരുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. കേൾക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങൾക്കും അതുപോലെ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ദൈവസഭകൾക്കും ദേശങ്ങൾക്കെല്ലാം ഇന്നത്തെ വചനം അനുഗ്രഹം വിടലായി തീരട്ടെ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ എന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വളരെ അറിയാവുന്നൊരു വേദഭാഗമാണ്. ഞാൻ ധ്യാനിക്കുന്ന പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പറയുന്ന ചില വാക്യങ്ങളാണ്. എങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയ സഭയിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് ഈ വചനം വീണ്ടും ഒരു വചന വെളിപ്പാടായി ദൈവാത്മാവ് എനിക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം. ഞാൻ തന്നെ ചിന്തിക്കാത്ത 1-2 കാര്യങ്ങൾ ദൈവാത്മാവ് ഓർപ്പിച്ചതുകൊണ്ട് സ്തോത്രം. അവിടെ അത് പ്രസ്താവിപ്പാനും ഇന്ന് സന്ധ്യാസമയം നിങ്ങളുടെ പ്രസ്താവിപ്പാൻ കർത്താവ് നൽകുന്ന സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യയ്ക്ക് ഈ ലേഖനം എഴുതി അവരെ 1-ാം ലേഖനത്തിൽ അവരെ കുറ്റങ്ങളും കുറവുകളും താൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ 2-ാം ലേഖനം അവർക്ക് ആശ്വാസമായും താനൊരു അപ്പോസ്തലനാകുന്നു എന്ന് ഉറപ്പിച്ച് അവരെ ഓർപ്പിക്കുന്ന കാര്യമാണ്. സ്തോത്രം. ദൈവിക ആലോചന, വെളിപ്പാട്, ദർശനം പ്രാപിച്ചാണ് താൻ യൂറോപ്പിലേക്ക് പോകുന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു ദേശമാണല്ലോ കൊരിന്ത്.
അവിടെ മസഡോണിയൻ ദർശനം എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഒരു ദർശനം പ്രാപിച്ച ഒരു മനുഷ്യൻ തന്നെ വിളിക്കുന്നു, ഞങ്ങളെ വന്ന് രക്ഷിക്കണം, സഹായിക്കണം എന്ന് പറയുന്ന ഒരു ദർശനം പ്രാപിച്ചാണ് പൗലോസ് അങ്ങോട്ട് കാൽച്ചുവട് വെക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഒത്തിരി ആ കാൽച്ചുവട്ടിൽ കാൽച്ചുവട് വെക്കുമ്പോൾ വളരെ പ്രതിസന്ധികൾ, വളരെ ഭാരങ്ങൾ, പ്രശ്നങ്ങൾ തനിക്ക് നേരിട്ടതായി താൻ തന്നെ അത് പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ കൃപയാലും താൻ തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അത് പൂർത്തീകരിപ്പാൻ ദൈവാത്മാ നമ്മളെ സഹായിച്ചോട്ട് ഞാൻ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ആ കർത്തദാസൻ സ്തോത്രം തൻ്റെ ജീവിതത്തിൽ താൻ പ്രാപിച്ച വെളിപ്പാടുകൾ ഞാൻ വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ആ വെളിപ്പാടിൽ ഒരു കാര്യം താൻ പറയുന്ന കാര്യമാണ്, എന്താണ്? സാത്താൻ്റെ ദൂതനെയാണ് എനിക്ക് കുത്തുവാൻ ദൈവം ഏൽപ്പിച്ചത്. ദൈവം ഇറങ്ങി വന്ന് എന്നെ കുത്തുന്ന അനുഭവമല്ല. ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേലോ മിഖായേലോ മറ്റുള്ളവർ പേര് പറയാത്ത മറ്റു ദൂതന്മാരല്ല. ഉപരിയായി എന്നെ കുത്തുവാൻ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് സാത്താൻ്റെ ദൂതനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പിശാചിനെ കെട്ടും പിശാചിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ പൗലോസ് ഉറപ്പിച്ച് തറപ്പിച്ച് താൻ അത് പറയുന്ന കാര്യം, സമ്മതിക്കുന്ന ഒരു കാര്യം, സാത്താന ദൂതനെ തന്നെയാണ് ദൈവം എനിക്ക് വേണ്ടി കുത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കാരണമുണ്ട്, അത് വെളിപ്പാടുകൾ ആധിക്യം നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ. കാരണം നിഗളം ഒറ്റ കാരണമായിരുന്നു, അത് ലൂസിഫർ എന്ന ദൂതന് ദൈവം വെട്ടി താഴെ ഇട്ടത്. ആ നിഗളം ഭാവം നമ്മളിൽ ആരും വരാതിരിക്കാൻ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ദൈവം അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മരണം വരെയുള്ള വക്ക് വരെ ദൈവം കൊണ്ടുവരും. മരണത്തിലേക്ക് ഏൽപ്പിക്കില്ല, പക്ഷെ മരണം വരെ ഉള്ള കഷ്ടങ്ങളിൽ കൂടി നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അവിടുന്ന് ഉദ്ധരിപ്പാൻ കർത്താവ് വിശ്വാസം ബലവാനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വെളിപ്പാട് പ്രാപിച്ച അതൊരു വിഷയം. അങ്ങനെ അനേക വിഷയങ്ങളിൽ പൗലോസ് വെളിപ്പാട് പ്രാപിച്ചു. പഴയ നിയമത്തിലുള്ള ആ വെളിപ്പാടുകൾ, ദർശനങ്ങൾ, അതിൻ്റെ ഏകദേശം ഒരു പൂർത്തീകരണം നമുക്ക് വേണമെങ്കിൽ പറയാം. ദൈവം അത് പൗലോസിൽ കൊടുത്തു. പഴയ നിയമത്തിൽ അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവം ഇസ്രായേൽ മക്കളെ നിങ്ങൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞ ദൈവം പല കാര്യങ്ങൾ അവർക്ക് കൊടുത്തു. അവർ അനുസരണക്കേട് കാണിച്ചിട്ടും അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിന് ഭക്ഷണം, വെള്ളത്തിന് വെള്ളം. അതേ സ്തോത്രം. 40 വർഷം അവർ മരുഭൂമിയിൽ നടന്നിട്ട് അവർ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവർ വസ്ത്രം ജീർണിച്ച് പോയില്ല. മാത്രമല്ല അവർ ദൈവത്തിന് വിപരീതമായി ജാതികൾ ഉള്ളതുപോലെ ഒരു രാജാവിനെ ചോദിച്ചു, അത് ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ വചനം പറയുന്നത് അത് സന്തോഷത്തോടെയല്ല ദൈവം കൊടുത്തത്. അവർ ചോദിച്ചതെല്ലാം ദൈവം കൊടുത്തു. എന്നാൽ കനാനിലേക്ക് പ്രവേശിച്ച് 2 പേർ. ബാക്കി ഏകദേശം 30 ലക്ഷത്തോളം ജനം പുറപ്പെട്ടിട്ട് 2 പേർ, ആ തലമുറയിൽ 2 പേർ മാത്രമേ കടന്നുള്ളൂ. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും എന്തൊക്കെ നമുക്ക് ലഭിച്ചെന്ന് പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് വേണ്ടി അതേ ദൈവിക അനുസരണം, ദൈവത്തോടുള്ള അനുസരണം, ദൈവത്തോടുള്ള സ്നേഹം അത് നമുക്ക് വളരെ ആവശ്യമാകുന്നു. നമുക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഓർപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമല്ല കഷ്ടത വരുന്നത്, അനുസരണക്കേട് നിമിത്തം കഷ്ടം വരുന്നു, അത് വ്യക്തമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒന്നും കൂടെ ദൈവം പറയാണ്, ക്രിസ്തു അത് കാണിച്ചു തന്നു, കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്ന ക്രിസ്തീയ ജീവിതം. പഴയ നിയമത്തിൽ അത്രയും ഇല്ല. കഷ്ടം അനുഭവിച്ച എല്ലാവരും ഉണ്ട്. അത് പ്രവാചകന്മാരായിക്കോട്ടെ, രാജാക്കന്മാരായിക്കോട്ടെ. ദാവീദ് രാജാവിന് ഇഷ്ടംപോലെ ധാരാളം കഷ്ടമുണ്ടായിരുന്നു. സ്തോത്രം. അതിനെ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദാവീദ് രാജാവായിരുന്നെങ്കിലും താൻ കഷ്ടം അനുഭവിച്ചു. ശരീരത്തിനാണെങ്കിലും മാനസികമായി ആയാലും വീട്ടിലായാലും അതേ തൻ്റെ സ്വന്തം ജനത്തിൽ നിന്നായാലും താൻ കഷ്ടം അനുഭവിച്ചൊരു മനുഷ്യനാണ്. അത് പ്രവാചകന്മാരാകട്ടെ, രാജാക്കന്മാരാകട്ടെ, അത് ആര് തന്നെ ആയാലും സ്വന്തം നേതാക്കന്മാരായിക്കോട്ടെ, നയിച്ച എല്ലാവർക്കും കഷ്ടമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ശക്തമായി യേശുക്രിസ്തു തൻ്റെ മരണത്താലും തൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളാൽ നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമാണ്. ഇത് കഷ്ടതയുടെ ജീവിതമാകുന്നു. ഇത് ഇടുക്കവും ഞെരുക്കമുള്ള ജീവിതം ആണ്. അതിൽ കൂടി പ്രവേശിച്ച് അതിൽ കൂടി കടന്ന് ജയം പ്രാപിച്ചാലേ സ്വർഗരാജ്യം പ്രവേശനത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുള്ളൂ. സ്തോത്രം. അത് ഇടുക്ക് വഴിയല്ലാതെ വേറെ വിശാലമായ വഴിയല്ല, പെരുവഴിയല്ല. എന്നാൽ ഈ ഇടുക്ക് വഴിയിൽ കൂടി സ്തോത്രം, അതായത് സിയോനിലേക്ക് പെരുവഴികളാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അത് ആത്മാവിലാണ് നാം പ്രാപിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായ വെളിപ്പാടുകൾ പ്രാപിച്ച് പൗലോസിൻ്റെ ജീവിതത്തിൽ, തൻ്റെ ശരീരത്തിൽ അത് അനുഭവിച്ചു. 30 വർഷത്തോളം അത് കർത്താവിനെ വേല ചെയ്ത കർത്തദാസൻ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് കണ്ട് അല്ലെങ്കിൽ ഒരു വെളിപ്പാട് പ്രാപിച്ച് ദർശനം പ്രാപിച്ച് ആ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ യേശുവിൻ്റെ ആത്മാവ് എവിടെയൊക്കെ തന്നെ അയച്ചു അവിടെല്ലാം താൻ പോയി, എവിടെയൊക്കെ തന്നെ വിലക്കി അവിടെല്ലാം താൻ പോയില്ല. സ്തോത്രം. അപ്പോൾ താൻ ഇവിടെ പറയുകയാണ്, വെളിപ്പാടിൻ്റെ ആധിക്യം നിമിത്തം ഞാൻ നിഗളം എന്ന ഭാവം
വരാതിരിപ്പാൻ എനിക്കൊരു ശൂലം പിശാചിൻ്റെ ദൂതനെ തന്നെയാണ് ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. ഞാൻ അത് എന്നെ വിട്ടു പോകണമെന്ന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. പ്രൈസ് ലോർഡ്. കാരണം ധാരാളം ശരീരപ്രയാസങ്ങളുള്ള മനുഷ്യൻ, കുള്ളനായ മനുഷ്യനാണ് എന്നാണ് ചരിത്രം പറയുന്നത്. പ്രൈസ് ലോർഡ്. അത് കുള്ളനായ മനുഷ്യനാണ്. അത് മാത്രമല്ല അങ്ങനെ പല ശാരീരികമായ ബലഹീനത ഉള്ള മനുഷ്യനാണ്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വചനം പഠിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം നിമിത്തം ആണ് തനിക്ക് പല മറ്റുള്ള തൻ്റെ പ്രയാസങ്ങൾ വരുന്നത്. കുള്ളനായതുകൊണ്ട് അത് സന്നിധ സംഘത്തിലൊരു ഒരു ഫാരിസിയായി പരീക്ഷനായി ജനിക്കുവാനും അത് വളർച്ച പ്രാപിക്കുവാനും പഠിക്കുവാനും ഒക്കെ തനിക്ക് സാധിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം നിമിത്തം, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം തൻ്റെ ജീവിതത്തിൽ ഏറ്റ ക്ഷതങ്ങൾ, അതേ തൻ്റെ ജീവിതത്തിൽ ഏറ്റ അതേ ക്ലേശങ്ങൾ നിമിത്തം അല്ലെങ്കിൽ താനൊരു പരിഹാസമായി തീർന്നു. അത് കൂത്തുകാഴ്ചയായി താൻ പറയുന്നത് ഞങ്ങൾ ദൂതന്മാർക്ക് പോലും കൂത്തുകാഴ്ചയായി തീർന്ന അനുഭവം. പ്രൈസ് ലോർഡ്. പക്ഷെ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അത് സന്തോഷിക്കുന്നു. തന്നെ പിൻപറ്റുന്ന ഏത് മനുഷ്യനും അത് സന്തോഷിക്കണം എന്ന വെളിപ്പാടാണ് താൻ നമുക്ക് വേണ്ടി പറയുന്നത്. സ്തോത്രം. അപ്പം ഞാൻ ഇത് വിട്ടുപോകാൻ 3 വട്ടം പ്രാർത്ഥിച്ച മനുഷ്യൻ. പക്ഷേ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതമേൽ തികഞ്ഞു വരും. ഇന്ന് സന്ധ്യാസമയം ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ. മാത്രമല്ല പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്ന എൻ്റെ കൃപ നിങ്ങൾക്ക് മതി. പ്രൈസ് ലോർഡ്. എൻ്റെ കൃപാസ്വത, എൻ്റെ ശക്തി ബലഹീനതമേ തികഞ്ഞു വരും. 2025 നാം കാൽച്ചോട് വെക്കുമ്പോൾ കർത്താവ് പറയാണ് ഓരോ ദിവസം എൻ്റെ കൃപ, ഓരോ ദിവസം എൻ്റെ ശക്തി. കർത്തദാസന്മാർക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ ശുശ്രൂഷയിൽ, അത് നിങ്ങളുടെ സഭകൾക്ക്, സഭാ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഒരുപോലെ എൻ്റെ കൃപ മതി, വേറൊന്നും വേണ്ട. 2-ാം വശം എൻ്റെ ശക്തിയും വേണം. പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ദൈവത്തിന് കൃപ ലഭിച്ച പലരുണ്ട്. അതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ കൃപയുടെ കൂടെ ശക്തിയും ഉണ്ടായിരുന്നു. ആ ശക്തി ഇല്ലാതെ ആ കൃപയും ശക്തിയും ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷെ അതിൻ്റെ പൂർണ്ണ വെളിപ്പാട്, ഞാൻ നേരത്തെ പറഞ്ഞ പൂർണ്ണ വെളിപ്പാട് പൗലോസ് സ്തോത്രം അത് പുതിയ നിയമത്തിലാണ് പ്രാപിക്കുന്നത്. കർത്താവ് തന്നെ കൊടുക്കും. നമുക്കറിയാലോ, വെളിപ്പാടുകൾ ദൈവം ഓരോ സമയത്തും എല്ലാവർക്കും ഒറ്റൊരു മനുഷ്യന്, അത് മോശ പോലും ആയിക്കോട്ടെ, സകല കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തില്ല. ഭാഗമായിട്ടാണ് ദൈവം ഓരോരുത്തർക്കും അത് വെളിപ്പെടുത്തി കൊടുത്തത്. സ്തോത്രം. എന്നാൽ പൗലോസ് വരുമ്പോൾ അവസാനത്തെ അതേ ദൈവം നിയോഗിച്ച ഒരു അപ്പോസ്തലനായതുകൊണ്ട് എന്നാൽ താൻ വിളിച്ച് കൂട്ടിയ തൻ്റെ 12 ശിഷ്യന്മാരെ എല്ലാത്തൊരു അപ്പോസ്തലനായതുകൊണ്ട് തനിക്ക് ചില സ്പെഷ്യലായിട്ട് എനിക്ക് അത് കൂടുതലായ ചില കാര്യങ്ങൾ കർത്താവ് കൊടുത്തു. കാരണം വെളിപ്പെടുത്തുന്നത് സ്തോത്രം ഹല്ലേലൂയ, തൻ്റെ ഗണത്തിൽ ഇല്ലാത്തവരെയും ദൈവം ചേർത്ത് കൊള്ളുന്നു. തൻ്റെ ഗണത്തിൽ ഇല്ലാത്തവരോടും ദൈവത്തിന് ആത്മാവ് ശക്തിയോടെ അവർ ഉപയോഗിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു. സ്തോത്രം. അതിന് വേറെ ഉദാഹരണം പഴയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹോദരിമാർ അന്യപ്പെട്ടവരായിരുന്നു. അവർക്ക് ആരാധനാലയത്തിലും ആരാധന പങ്കില്ലാത്തവരായിരുന്നു. എന്നാൽ സഹോദരിമാരെ, ജാതികളിൽ പോലുമുള്ള സഹോദരിമാരെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ആക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലഹാബ് എന്ന വേശ്യ പോലും വരുന്നത്, അത് റൂത്ത് വരുന്നത് എന്നൊക്കെ നമുക്ക് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഗണത്തിൽ ഇല്ലാത്തവരെയും കർത്താവ് അന്നും ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് സ്തോത്രം. ജാതികളായ നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ഈ സത്യസുവിശേഷത്തിൻ്റെ അതേ സ്തോത്രം വക്താക്കളായി തീരുവാൻ എന്നെയും നിങ്ങളെയും കർത്തദാസന്മാരെ കർത്താവ് വിശുദ്ധ വിളിയാൽ, പരമ വിളിയാൽ, അതേ സ്വതം ഉയർത്തുന്ന വിളിയാൽ വിളിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അപ്പോൾ പൗലോസോട് പറയുന്നത്, ഞാൻ അതിനെ അപേക്ഷിച്ചു കർത്താവിൻ്റെ ഉത്തരം എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ പണ്ടത്തെ എൻ്റെ പ്രശംസാ വിഷയം ദാവീദ് പറയാനുള്ളത്, ഞാൻ ആട്ടിയുടെ എന്നെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അതേ രാജാവാക്കി തീർത്തു, പ്രഭുവാക്കി തീർത്തു. പ്രൈസ് ലോർഡ്. അങ്ങനെ ദാവീദ് പറയാനുള്ളപ്പോൾ ശിംശോന് പറയാനുള്ളത്, അവൻ്റെ ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മേൽ വരുമ്പോൾ ഞാൻ യുദ്ധങ്ങൾ ചെയ്യുമായിരുന്നു, സ്തോത്രം, അതേ ഫിലിസ്തീനെ ഞാൻ ഒടുക്കുമായിരുന്നു എന്നൊക്കെ തനിക്ക് പറയാനുണ്ട്. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും, ഞാൻ ക്ഷീണിക്കുമ്പോൾ ഞാൻ പ്രശംസിക്കും, എനിക്കൊരു രോഗം വരുമ്പോൾ ഞാൻ പ്രശംസിക്കും, എനിക്കൊരു അടി കിട്ടുമ്പോൾ, സുവിശേഷം നിമിത്തം എന്നെ അടിക്കുമ്പോൾ, ഇടിക്കുമ്പോൾ, എൻ്റെ സ്വന്തം വീട്ടുകാർ എന്നെ തള്ളുമ്പോൾ, എന്നെ തള്ളി കളയുമ്പോൾ, പ്രൈസ് ലോർഡ്, ഞാൻ അവിടെയാണ് പ്രശംസിക്കുന്നത്. എൻ്റെ സ്വന്തം ജാതിക്കാർ എന്നെ പുറത്താക്കിയപ്പോൾ, പ്രൈസ് ലോർഡ്, എന്നെ ആരും സ്വീകരിക്കാതെ യേശുവിൻ്റെ അനുയായി എന്ന് പറഞ്ഞിട്ട് പറയുന്ന നിമിത്തമായിട്ട് എന്നെ പുറന്തള്ളിയപ്പോൾ, അത് അവിടെയാണ് എൻ്റെ പ്രശംസാ വിഷയം. ഞാൻ ഗമാലിയലിൻ്റെ കാൽ കീഴിൽ നിന്ന് പഠിച്ചതുകൊണ്ടല്ല, ഞാൻ ഹല്ലേലൂയ മറ്റുള്ള വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല, ഉപരിയായി എനിക്കുള്ള എരിവ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള എരിവ് കൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി എന്തും സഹിപ്പാൻ
പ്രാപിപ്പാൻ ഞാൻ തയ്യാറാകുന്നു. ആ വെളിപ്പാടാണ് താൻ പ്രാപിച്ചതും. അതാണ് താൻ അതേ പുസ്തകമായിട്ട് അല്ലെങ്കിൽ ദൈവസഭകൾ താൻ എഴുതുന്നു. തൻ്റെ ഓരോ ലേഖനങ്ങളിലും തൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച് 1-2 വാക്യങ്ങളെങ്കിലും താൻ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തൻ്റെ പ്രശംസാ വിഷയം താൻ പറയാണ്, എൻ്റെ സ്തോത്രം ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നു. കാരണം ഞാൻ അതിസന്തോഷത്തോടെയാണ് പ്രശംസിക്കുന്നത്. എന്തിനു വേണ്ടി? യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. യേശുക്രിസ്തുവിൻ്റെ ആത്മശക്തി എന്നിൽ ആവസിക്കേണ്ടതാണ്. അവൻ്റെ കൃപ എൻ്റെ മേൽ ആവസിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബലഹീനൻ ആകുന്നത്. അതിലേക്ക് ഞാൻ സമ്മതിക്കുകയാണ്. പഴയ നിയമത്തിൽ അവർക്ക് നിർബന്ധമായിട്ടൊരു കഷ്ടം ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവർ ആ കഷ്ടത്തിൽ കൂടി ദൈവത്തെ കണ്ടു, അവർ വെളിപ്പാടുകൾ പ്രാപിച്ചു. അതുകൊണ്ടാണ് യെശയ്യാവൊക്കെ പറയുന്നത്, സ്തോത്രം, യഹോവയ്ക്ക് അവനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി. ആ തകർച്ച അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചു. വെറും ഒരു വെളിപ്പാട് കാണുകയല്ല, വെറുതെ 66 പുസ്തകം പ്രവചിക്കുകയല്ല. അവർ ഓരോ പ്രവചനത്തിലും അവർ ശരീരത്തിൽ അനുഭവിച്ചു, വേദന അനുഭവിച്ചു, അവരുടെ മനസ്സിൽ ആ വേദന അനുഭവിച്ചു. യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കാൻ പോകുന്നത് അവർ ആത്മാവിൽ ദർശനം പ്രാപിച്ച് അതിനെക്കുറിച്ച് ദുഃഖിച്ചു. സ്തോത്രം. കാരണം ഞങ്ങൾക്ക് വേണ്ടി രക്ഷകൻ അവൻ പീഡിപ്പിക്കപ്പെടാൻ പോവുകയാണല്ലോ എന്ന് ആത്മാവിൽ ദുഃഖിച്ചവരാണ് അവർ. എന്നാൽ അവർക്ക് പത്രോസ് പറയുന്നത് ഈ വെളിപ്പാടും ദർശനമൊക്കെ പ്രാപിച്ചത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാകുന്നു, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാകുന്നു. അപ്പോൾ കർത്തദാസന്മാരെ സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായി നമുക്ക് ഒന്നുമില്ലെങ്കിലും നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന അവരെ പോലെ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ, രാജാക്കന്മാരെ പോലെ അവരെ കഷ്ടങ്ങളിൽ അവർ സ്വന്തം വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് അവർ ചില കാര്യങ്ങൾ ഒരുക്കിയത് എന്ന് പറയുന്ന പോലെ ഈ കാലങ്ങളിലും സ്വന്തം നമുക്ക് പിന്നൊരു തലമുറ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഈ കാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്രയും സാവകാശമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിലും അടുത്തൊരു തലമുറയുടെ കാര്യമല്ല, ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, ശോധനകൾ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അതില്ല, ഇത് ചിലപ്പോൾ വണ്ടി ഇല്ലായിരിക്കും, വേണ്ടുവണ്ണം നല്ലൊരു സഭ ഇല്ലായിരിക്കും, നമ്മുടെ മാനുഷികമായ ചിന്തയിൽ വേണ്ടുവണ്ണം സാഹചര്യം ഇല്ലായിരിക്കും. പക്ഷേ അവിടെയും നാം ദൈവസന്നിധി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധി നാം നിൽക്കുമ്പോൾ, വിശുദ്ധിക്കും കർത്താവിന്റെ വചനത്തിൽ നിൽക്കുമ്പോൾ, സഹിഷ്ണുതയോടെ ഉള്ള ഈ വചനം നീ കാത്തതുകൊണ്ട് ഞാൻ നിന്നെ വിടുവിക്കും എന്ന് വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നു. ഇത് സഹിഷ്ണുതയുടെ വചനമാണ്. സഹിക്കാൻ ബലം നൽകുന്ന, സഹിക്കാൻ ശക്തി നൽകുന്ന വചനമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കാരണം ഇത് ദൈവത്തിന് വചനമാണ്. അപ്പോൾ ദൈവത്തിന് വചനത്തെ ഞാൻ കാക്കുമ്പോൾ, എങ്ങനെ ഞാൻ കാക്കുന്നത്? അതിന് ചുറ്റും കമ്പിവേലി ഇട്ടിട്ടല്ല, അല്ലെങ്കിൽ അവിടെ 10 ഭടന്മാരെ ആക്കി വെച്ചിട്ടല്ല, ഞാൻ അതിനെ അനുസരിക്കുമ്പോൾ എന്ന് 100ഓളം തവണ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് അനുസരിക്കുമ്പോൾ എൻ്റെ വചനത്തെ കാക്കുന്നു. അപ്പോൾ വചനത്തിൻ്റെ കാവൽക്കാരായി ഞങ്ങൾ കർത്താൻ നമ്മളെ വെച്ചത്. ആ നിമിത്തമായി നമ്മൾ സഹിക്കേണ്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് പകരപ്പെടുന്നത്, ദൈവത്തിൻ്റെ കൃപയാണ് പകരപ്പെടുന്നത്. സ്തോത്രം. ഓരോ ദിവസം ഓരോ നിമിഷവും ഈ കൃപ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്, ആ ശക്തി പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ശിംശോൻ വാതിലൊക്കെ തകർത്ത് പല കാര്യം ചെയ്തു എങ്കിൽ, സ്തോത്രം, ഗത്തിലെ വാതിലൊക്കെ തകർത്ത് താൻ പോകുന്നു എന്ന് നമ്മൾ വായിക്കുന്ന പോലെ, അതുപോലെ ആത്മാവിൽ ചില തകർച്ചകൾ, ചിലവൊക്കെ തകർക്കുവാൻ, ആത്മാവിൽ സ്വതം പിശാചിന്റെ കോട്ടകൾ തകർക്കുവാനാണ് നമ്മളെ ഈ പുതിയ നിയമത്തിൽ കർത്താവ് ആക്കി വെച്ചത്. മറ്റുള്ളവർക്ക് അറിയില്ല, പക്ഷേ നാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ജാഗരിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങളെ കൊണ്ട് സ്വതം കർത്താവ് ചെയ്യിപ്പിക്കാൻ, നിങ്ങളുടെ സഭയെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മാതൃ കണ്ട് സഭ കൂടുതലായി ഉപവസിക്കുവാൻ, ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുവാൻ, ജോലി എന്ന് പറഞ്ഞ്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് മുഴുങ്ങിയിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നമ്മുടെ പെന്തക്കോസ്ത് ലോകം ശാപത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വ്യക്തമായി തന്നെ പറയും. സ്തോത്രം. കർത്താവിനെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം 4 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ലോകസ്നേഹം, അവിടെ ഒരു വാക്യം കൂടി, ഒരു വാക്ക് ചേർത്തിട്ടുണ്ട്, നമ്മൾ ആരും വായിക്കാറില്ല. പക്ഷെ ബൈബിൾ ഉള്ള വാക്കായതുകൊണ്ട് നമുക്ക് ആർക്കും അത് ഒഴിവാക്കാനും നമുക്ക് അവകാശമില്ല, എനിക്ക് ഇന്ന് അവകാശമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, വ്യഭിചാരികളായ ഉള്ളവരെ, വ്യഭിചാരം ചെയ്യുന്നവരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യഭിചാരം ചെയ്യുന്നു എന്ന പ്രവൃത്തിയോട് തുല്യമായിട്ടെന്ന് പറയുന്നതിനാൽ അർത്ഥം ഭർത്താവ് ഇരിക്കെ വേറൊരാളായിട്ട് പോയി സംബന്ധം ചെയ്യുന്ന ആളെയാണ് വ്യഭിചാരി എന്ന് പറയുന്നത്. അതുപോലെ ദൈവം പറയുന്നത്, വ്യഭിചാരികളായ ഉള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോട് നമ്മൾ ചേരുവാൻ സ്ഥാനമേറ്റിരിക്കുന്നു. മാത്രമല്ല യേശുക്രിസ്തു എന്ന മണവാളനായിട്ട് നമ്മൾ ചേർന്നിരിക്കുകയാണ്. ആ മണവാളനെ വിട്ട് ലോകത്തിന് എന്ത് കാര്യമായാലും, അത് വിദ്യാഭ്യാസമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, നമ്മുടെ വിശ്വാസികൾ അതിലേക്ക് പോകുമ്പോൾ, അതിലേക്ക് താന്നിറങ്ങുമ്പോൾ, മുഴുങ്ങിപ്പോകുമ്പോൾ അതിന് ചോദ്യം വരുന്നത് എന്നോടും നിങ്ങളോടാണ്.
എനിക്ക് സഭയില്ല എങ്കിലും ഞാൻ പറയുന്നത് ഞാൻ ആ കൂട്ടത്തിൽ പറയുകയാണ് സ്തോത്രം. കാരണം എന്നെ പലയിടത്തും അയക്കുമ്പോൾ ഞാൻ ഈ കാര്യം പറയേണ്ടതാണ്. സഭ പാസ്റ്റർ അല്ലാത്തതുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് ഒഴിവില്ല സ്തോത്രം. അപ്പോൾ നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ നമുക്ക് ഉത്തരം പറയാൻ ഒരു ദിവസം നിൽക്കേണ്ടി വരും. പ്രൈസ് ലോർഡ്. അത് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം, എൻ്റെ വചനത്തിലുള്ള കാര്യം നിൻ്റെ സഭയെ നീ പറഞ്ഞോ, നീ അവരെ പഠിപ്പിച്ചോ. പറയാൻ മാത്രമല്ല, ഓടിച്ചു വിടുന്ന വിഷയമല്ല, പഠിപ്പിക്കുവാൻ, അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുവാൻ. ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ എന്ത് സഭയിൽ പറയേണ്ടത്, ദൈവമക്കളെ അത് ലോകത്തിലെ ഈ ജോലിയും ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഒരു ഗുണം ആത്മീയ ലോകത്തിൽ ചെയ്യില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ലഭിച്ചു നിങ്ങൾ ചിന്തിച്ചാലും ആത്മാവിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവൻ ഉള്ളവനല്ല എന്ന് റോമാലേഖനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ് സ്തോത്രം. അപ്പോൾ കർത്താവിനുള്ളത് എൻ്റെ ഭുജം കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ ഞാനിത് ചെയ്തു എന്ന് നിങ്ങൾ പറയാതിരിക്കേണ്ടെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുന്നു. അത് എൻ്റെ ബലം കൊണ്ട്, ഞങ്ങളുടെ ബലം കൊണ്ട്, എൻ്റെ കഴിവുണ്ട്, എൻ്റെ മക്കളുടെ പഠിപ്പിൻ്റെ കഴിവുണ്ട്, എൻ്റെ ജോലി കൊണ്ട് ഇതൊക്കെ ഞാൻ സമ്പാദിച്ചു, ഞാനൊരു സഭ പണിതു എന്ന് പറയുന്ന പലരുണ്ട്. എന്താ, അവർ അമേരിക്കയിൽ പോയിട്ടും ഗൾഫിൽ പോയിട്ട് അവർ ജോലി ചെയ്തിട്ട് അവർ അധ്വാനിച്ചു, ഇവിടെ ഒരു സഭ പണിതു, അല്ലെങ്കിൽ 10 സഭ പണിതു, 10 സഭകളെ സപ്പോർട്ട് ചെയ്യുന്നു. ദൈവത്തിനതും വിഷയമില്ല, ദൈവത്തിന് ആവശ്യമില്ല. അല്ലെങ്കിൽ കാരണം സഭ അവൻ്റെയാണ്, തൻ്റെ സഭയെ നയിക്കുവാൻ, തൻ്റെ സഭയെ നിലനിർത്തുവാൻ ദൈവത്തിന് അറിവുണ്ട്. സ്തോത്രം. നമ്മൾ പാസ്റ്റർമാരാണ്, നമ്മൾ അത് വചനം പഠിച്ചവരാണല്ലോ, അതിനകത്ത് നമുക്കറിയാം. ചരിത്രം പഠിപ്പിക്കുന്ന 400 സംവത്സരം, 400 വർഷം ഈ നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിന് ശേഷം 10-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ 400 വർഷം ഇരുട്ടിൻ്റെ അനുഭവമായിരുന്നു ലോകത്തിൽ. എന്ന് പറഞ്ഞാൽ ബൈബിളില്ല, സുവിശേഷമില്ല, വചനമില്ല, പള്ളിയില്ല. 400 വർഷം ബൈബിളില്ലാതെ സകല ബൈബിളും കത്തിച്ചും നശിപ്പിച്ചും ചെയ്ത അനുഭവത്തിൽ നിന്ന് വീണ്ടും ഒരു ഉണർവ്, വീണ്ടും ഒരു ദൈവപ്രവൃത്തി ദൈവം തന്നെ ചെയ്തു. അതിൽ നിന്ന് വീണ്ടും ആരംഭിച്ചതാണ് പെന്തക്കോസ്ത് സഭകൾ, മറ്റുള്ള സഭകൾ. അത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ബൈബിൾ എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ ഓർപ്പിക്കട്ടെ, 400 വർഷം നമുക്കറിയാം ചരിത്രം അത് പഠിപ്പിക്കുന്ന ഡാർക്ക് ഏജസ്, ഇരുണ്ട കാലങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്നു. അത് യേശുവിന് മുമ്പേ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലങ്ങളിൽ, നമ്മുടെ ഈ നൂറ്റാണ്ടിൽ തന്നെ, ഈ നൂറ്റാണ്ടുകളിൽ അത് 400 വർഷമുള്ള, അപ്പം അതിൽ നിന്ന് ദൈവത്തിന് പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇന്ന് നാം കാണുന്ന പെന്തക്കോസ്ത് കോളത്തിന് വളർച്ച അത് നമ്മുടെ ആരുടെയും ദേവദാസന്മാരെ സ്വന്തം ബലം കൊണ്ട് കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ആകുന്നു, ദൈവത്തിൻ്റെ ശക്തിയാൽ ആകുന്നു. തൻ്റെ കൃപയും ശക്തിയും തനിക്ക് ഇഷ്ടമുള്ളവരുടെ മേൽ അവൻ പകർന്ന് തൻ്റെ വേല താൻ ചെയ്യിപ്പിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പൗലോസ് ഈ 12-ാം അധ്യായത്തിൽ 3 കാര്യം പറയുന്നു. 3 കാര്യങ്ങൾ പറയാണ്. അത് വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു. അത് രണ്ടാം വാക്യം താൻ പറയാണ്, ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഞാനൊരു മനുഷ്യനെ അറിയുന്ന അവൻ 3-ാം സ്വർഗത്തോളം. അപ്പോൾ 3-ാം സ്വർഗം ഇടമാണ്. 3-ാം സ്വർഗത്തുള്ള ആത്മീയ ജീവിതം, ആത്മാവിനെ കുറിച്ച്, ആ മനുഷ്യനെ കുറിച്ച് എനിക്ക് അറിവില്ല. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് തനിക്ക് ആ സ്വർഗത്തെക്കുറിച്ച് ഒരു കാര്യം പോലും പറയാനില്ല. അവിടെ പൂക്കളുണ്ടോ, ചെടിയുണ്ടോ, മരമുണ്ടോ, കായുണ്ടോ എന്നൊന്നും തനിക്ക് പറയാനില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് പല സ്ത്രീകൾ ഉൾപ്പെടെ പല യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ടും കേൾക്കിട്ടും ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായിരുന്നു, ഞാൻ മരിച്ച് ഞാൻ സ്വർഗത്തിൽ പോയി 10 ദിവസം 10 നിമിഷമൊക്കെ ഞാൻ അത് കണ്ടു, ഇത് കണ്ടു, ആ ശബ്ദങ്ങൾ കേട്ടെന്നൊക്കെ പറയുന്നു. പൗലോസ് ഇത് പോയിട്ട് കമാന്നൊരു അക്ഷരം ബൈബിളിൽ ഒരു വാക്ക് പോലും താൻ എഴുതിയിട്ടില്ല. താൻ പറയുന്നത് അത് ഞാൻ ആരെ പോയെന്ന് പോലും തനിക്കറിയില്ല. സ്തോത്രം. അപ്പോൾ അത്രയും താൻ നിഷ്കളങ്കങ്ങളായിട്ട് അതിനെക്കുറിച്ച്, കാരണം മനുഷ്യൻ ഉച്ചരിക്കാൻ പാടില്ലാത്ത ശബ്ദങ്ങൾ, വാക്കുകൾ ഞാൻ അവിടെ കേട്ടു. അപ്പോൾ 3-ാം സ്വർഗത്തോളം ആത്മീയ മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നു. 3-ാമത്തെ കാര്യം, ഞാൻ 3 വട്ടം, ഇതോടെ 8-ാം വാക്യം വായിക്കുകയാണ്, 3 വട്ടം ഞാനിത് ഒഴിഞ്ഞു പോകണമെന്ന്, മാറിപ്പോകണമെന്ന് കർത്താവിനോട് അപേക്ഷിച്ച് തൻ്റെ ശരീരമായി ആത്മാവ്, സ്വതം ദേഹി, ആത്മാവ്, ദേഹം, ദേഹി, 3 കാര്യം, 3 അവസ്ഥകൾ. 2-ാമത്തെ അവസ്ഥയാണ് ശരീരത്തിൻ്റെ അവസ്ഥ. തൻ്റെ ശരീരത്തിലെ മുള്ള് അത് നീങ്ങി പോകണമെന്ന് താൻ അത് ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു. അത് നീങ്ങിയില്ല. സ്തോത്രം. 3-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് 14-ാം വാക്യത്തിൽ, ഈ 3 പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിച്ചു. 13-1 നമ്മൾ വായിക്കുന്നത്, ഈ 3-ാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു. സ്തോത്രം. അപ്പോൾ അത് ഹല്ലേലൂയ തൻ്റെ ആഗ്രഹമായിരുന്നു. 3 വട്ടം, 3-ാം വട്ടം കൂടി അവിടെ പോകണം. എന്തിനു വേണ്ടിയാണ്? താൻ സ്ഥാപിച്ച സഭ 1-ാം വട്ടം. 2-ാം വട്ടം അവരോട് ലേഖനം എഴുതി വഴുക്ക് പറഞ്ഞ് അത് അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി അത് 1-ാം ലേഖനം എഴുതി അതിന് പുറകിലാണ് താൻ പോകുന്ന 2-ാമത്തെ യാത്ര. 3-ാമത്തെ
മൂന്നാമത്തെ യാത്ര സ്തോത്രം ഇതെല്ലാം കഴിഞ്ഞ് ഒന്നും കൂടെ അവരെ ബലപ്പെടുത്തുവാൻ, ശക്തിയിരിപ്പാൻ, അവരുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അറിയുവാൻ അതേ തനിക്ക് വാഞ്ച ഉണ്ടായിരുന്നു. താൻ സ്ഥാപിച്ച സഭയുണ്ട്. അതുകൊണ്ട് കർത്തദാസന്മാരെ, നമുക്ക് ഒരു സഭയെ വിട്ട് അടുത്ത സഭയിൽ പോകുമ്പോൾ പഴയ ആൾക്കാരെ അത് അവർ ഓർക്കുവാൻ, അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനും നമുക്കൊരു ഒരു ബാധ്യത ഉണ്ട്. സ്തോത്രം. നമ്മൾ സ്ഥാപിച്ച സഭകളല്ല, പക്ഷേ എങ്കിലും നാം 3 വർഷം അവിടെ നിന്ന് അധ്വാനിച്ചത് അതേ നമുക്ക് അവിടെ വളരെ പീഡയും പ്രയാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. എങ്കിലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ വല്ലപ്പോഴെങ്കിലും ചെയ്യുവാൻ കർത്താനാത്മ നമ്മൾ ആഗ്രഹിക്കുന്നു. പൗലോസ് അതിനുവേണ്ടി ഇത് സ്ഥാപിച്ച സഭയുണ്ട് 1.5 വർഷം 18 മാസം താൻ അവിടെ കൊരിന്തിൽ ജീവിച്ച് അത് പ്രവർത്തിച്ച് അധ്വാനിച്ച് അത് സഭയെ സ്ഥാപിച്ച് അവരെ പഠിപ്പിച്ചത് നിമിത്തമായി തനിക്ക് വലിയൊരു പ്രതിബദ്ധത ഉണ്ടായിരുന്നു. അവരോട് സ്നേഹമുണ്ട്. മാത്രമല്ല അവർ സത്യത്തിൽ നിന്ന് വഴുതി പോകുന്ന അനുഭവം കേട്ടപ്പോൾ വളരെ ദുഃഖമുണ്ടായി. അതുകൊണ്ടാണ് ശകാരിക്കുന്ന അനുഭവം പോലും തനിക്ക് ഉണ്ടായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ പൗലോസോട് വ്യക്തമായി പറയുകയാണ്, അത് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതമേൽ തികഞ്ഞു വരും. സ്തോത്രം. ദൈവമക്കൾ, ഹല്ലേലൂയ, സ്തോത്രം. അത് 1-2 പഴയ നിയമത്തിലെ കാര്യങ്ങൾ കൂടി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും എല്ലാം സമയം കിട്ടില്ല. എന്നെ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്ന ഒരു 2 മിനിറ്റ് മുമ്പേ പെട്ടെന്ന് ദൈവാത്മാവ് ഹാബേലിൻ്റെ കാര്യം ഒന്ന് ഓർപ്പിച്ചു. ഹാബേലിനെ സ്വന്തം ജ്യേഷ്ഠൻ, അനുജനെ ജ്യേഷ്ഠൻ കൊന്നു. ലോകത്തിലെ മനുഷ്യനാൽ സംഭവിച്ച പാപം. അല്ലെങ്കിൽ പാപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത് വീഴുന്ന ശേഷമുള്ള ലോകത്തിൽ വെച്ച് നടക്കുന്ന പാപം. സ്വന്തം അനുജനെ ജ്യേഷ്ഠൻ കൊന്നു. അവിടെ വചനം പറയുന്നത് അവൻ കയർത്ത് അവനെ കൊന്നു എന്നാണ്. ഹാബേലിനെ കൈൻ വിളിച്ചു വരുത്തി സംസാരിച്ച് വയലിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സംസാരിച്ച് കയർത്തു വന്നപ്പോൾ അവനെ കൊന്നു. സ്തോത്രം. ഒറ്റയടിക്കോ എത്ര അടിക്കോ എനിക്കറിയില്ല, ബൈബിളിൽ എഴുതിയില്ല. പക്ഷെ അവനെ കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ആദ്യത്തെ അടി ഞാൻ ചിന്തിക്കുക, അതായത് ദൈവാത്മാവ് ഓർപ്പിച്ചത്. ആ ആദ്യത്തെ അടി തൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ കൈ ഓങ്ങുമ്പോൾ ഹാബേലിന് മനസ്സിലായി എന്തോന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. കാരണം അന്ന് വേറെ മനുഷ്യരില്ലല്ലോ. അപ്പൻ അമ്മയിൽ ഈ വഴക്കൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ എന്തോ ഒരു സംഭവം കൈ ഓങ്ങിയപ്പോൾ തനിക്ക് തൻ്റെ ഹൃദയത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടെ ദൈവത്തിൻ്റെ കൃപ പകരപ്പെട്ടു. അവിടെ ദൈവത്തിൻ്റെ കൃപ മാത്രമല്ല, ആത്മശക്തിയാൽ എൻ്റെ ശക്തി നിനക്ക് മതി. കാരണം സ്വന്തം ചേട്ടൻ നമുക്ക് ഇന്ന് ഇഷ്ടംപോലെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് അതേ സ്വന്തം ഹല്ലി കൈ ഓങ്ങി തല്ലാൻ വരുമ്പോൾ അത് വേദനിക്കും. ഹല്ലി ഇന്ന് നമുക്ക് നന്നായി അറിയാം. മാത്രമല്ല ആ വേദന താൻ മരിക്കാൻ പോകുന്നു എന്നൊരു ചിന്ത ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ അതേ സ്വന്തം ദൈവം തന്നെ ബലപ്പെടുത്തി. ആ ഓങ്ങലിൽ അത് എന്ത് സംഭവിച്ചാലും ഒന്നും മിണ്ടാതെ താൻ ഒന്നും മിണ്ടിയില്ല, താൻ പ്രതികരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ആ അടി വാങ്ങി. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ വാങ്ങി. സഹിപ്പാനുള്ള ശക്തി ദൈവാത്മാവ് തനിക്ക് നൽകി. അതോർത്ത് സ്തോത്രം ചെയ്യുന്നത്. അങ്ങനെ അത് മുതൽ ഇന്ന് വരെയുള്ള സഹിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കുന്ന അടിയും ഇടിയും ഉപദ്രവങ്ങളും സഹിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകം മാതാക്കളും സഹോദരിമാർ നമുക്ക് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന നിമിത്തമായിട്ട് നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചത്. പക്ഷേ ആ ഉപദ്രവം സഹിക്കുമ്പോഴും ദൈവം പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി. നീ അവിടെ ബലഹീനനാകുമ്പോൾ നാം നമ്മെ തന്നെ ബലഹീനനാക്കുകയാണ്. എന്താണ്? നമുക്ക് എതിർപ്പാനുള്ള ശക്തി ഉണ്ടാവും, ശാരീരികമായ ശക്തി ഉണ്ടാവും, പറയാനുള്ള ശക്തി ഉണ്ടാവും, വാക്കുകൾ ഉണ്ടാവും. പക്ഷേ നാം യേശു ക്രിസ്തു നിമിത്തം സമാധാനം ആചരിക്കേണ്ടതിന് അവരെ അനുഗ്രഹിപ്പാൻ തക്കണം. നാം മിണ്ടാതിരിക്കുകയാണ്. നാം തിരിച്ച് കൈ വാങ്ങാതെ തിരിച്ച് മിണ്ടാതെ ആ അടി ഏറ്റതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പറഞ്ഞ് ഓർപ്പിക്കുന്ന എൻ്റെ കൃപ അവിടെ ഞാൻ പകർന്നു, എൻ്റെ ശക്തി ഞാൻ അവിടെ പകർന്നു. സ്തോത്രം. ഹല്ലേലൂയ. യോബിൻ്റെ ജീവിതത്തിലും ഇതേ കൃപയുണ്ടായിരുന്നു, ഇതേ ശക്തി ദൈവം പകർന്നുകൊണ്ടാണ് തനിക്ക് നിൽക്കാൻ സാധിച്ചത്. 10 മക്കൾ ഒറ്റ ദിവസം കൊണ്ട് മരിക്കുന്നു. തനിക്കുള്ള സകലം നഷ്ടമാകുന്നു. തൻ്റെ ഭാര്യ തന്നോട് ഹേ മനുഷ്യ, ദൈവത്തെ നീ പഴിച്ച് നീ പോയി ചത്തുകളെന്ന് പറയുന്ന കേൾവികൾ കേട്ടിട്ടും മാത്രം തൻ്റെ കൂട്ടുകാർ, തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന കൂട്ടുകാർ അവർ വന്ന് തന്നെ ചുറ്റും ഇരുന്നു. 7 ദിവസം മിണ്ടാതിരുന്നു. പിന്നെ അവർ തുടങ്ങി അവരുടെ വാക്ചാതുര്യങ്ങളും അവനെ കുറ്റപ്പെടുന്ന അനുഭവങ്ങളും. അവിടെയും താൻ മിണ്ടാതെ ഇരുന്നു. സ്തോത്രം. ദൈവത്തിന് കൃപ മാത്രമല്ല ദൈവമക്കളെ, കർത്തദാസന്മാരെ, ദൈവത്തിന് ശക്തി അവിടെ പകർന്നു. ഈ ഓട്ട് കഷ്ണം പിടിച്ച് താൻ ചുരണ്ടുമ്പോൾ ഹല്ലേലൂയ, മനസ്സിലുള്ള വേദന, ശരീരത്തിലുള്ള വേദന, തന്നെ വികാരങ്ങൾക്ക് വേദന മുറിവെല്ലാം ഏൽക്കുമ്പോഴും മിണ്ടാതിരുന്ന് പിന്നെ താൻ സംസാരിച്ചു. ശരിയാണ്. പക്ഷേ ആ സംസാരിക്കുന്ന സമയം വരെ താൻ മിണ്ടാതിരുന്നെല്ലാം കേട്ടു. സ്തോത്രം. അതിനുവേണ്ടി ഹല്ലേലൂയ. മാത്രമല്ല ഈ കഷ്ടങ്ങളെല്ലാം, ഈ ദുരിതങ്ങളെല്ലാം താൻ സഹിക്കാനുള്ള കൃപ
കർത്താവ് തനിക്ക് കൊടുക്കുകയാണ്. അത് ഇയ്യോബിനോടും ദൈവത്തിന് പറയാനുള്ള എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതമേ തികഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലും ഇന്നും അതേ നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ മാത്രം 2025 എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന നമുക്കറിയില്ല. അതേ എന്തെല്ലാം സമാധാനമുള്ള കാര്യമല്ല. സ്തോത്രം. അത് ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ ഇനിയും ക്ലേശങ്ങൾ നിറയാൻ പോകണം. പക്ഷെ അവിടെയും എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനമേ തികഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തി ഈ കൃപ കർത്താവ് പലരിലും പകർന്നു അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിൽ രണ്ട് രാജാക്കന്മാരെ കുറിച്ച് അത് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരാളിൽ കൃപ പകർന്നു, ദൈവം എടുത്തു കളഞ്ഞു. വേറൊരുത്തരും തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്തു എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. റോമാലേഖനം 9-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിക്കുന്ന, ഇതിനായിട്ടാകുന്നു ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. ഫറവോൻ്റെ കാലത്ത്, മോശയുടെ കാലത്ത് ഫറവോനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ചിലരൊക്കെ നിർത്തിയിരിക്കുന്നത്, അത് രാജാക്കന്മാരായാലും അവരെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ ശക്തി അത് വെളിപ്പെടുത്തുവാൻ. ആ ശക്തി എവിടെ വെളിപ്പെടുത്തിയത്? ഫറവോൻ്റെ തൻ്റെ കൊട്ടാരത്തിലും തൻ്റെ മകനിലും ഉൾപ്പെടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി തൻ്റെ മകനെ ദൈവം കൊന്നു. മാത്രമല്ല അല്ലെ ഇസ്രായേൽ മക്കളെ കണ്ടുകൊണ്ട് താനും ചെങ്കടൽ വഴിയായി അത് കടന്നു പോകാൻ താൻ ചിന്തിച്ചു. താൻ പകുതി വഴിക്ക് പട്ടുപോയി. താൻ തൻ്റെ കൂടെയുള്ള ശക്തിയുടെ രഥങ്ങളും തൻ്റെ സേനയും പട്ടുപോയെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നല്ലോ. അപ്പോൾ കർത്താവ് പറയുന്നത്, എൻ്റെ ശക്തി ഹല്ലേലൂയ, ഞാൻ ഒരു വശത്ത് ബലഹീനനായിരിക്കുന്ന എൻ്റെ ദാസന്മാർക്ക്, എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ ശക്തി ഞാൻ പകരുമ്പോൾ അത് അവരെ ബലഹീനതമേൽ അവരെ അത് തികയ്ക്കാൻ വേണ്ടിയാണ്, അത് അവരെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്, അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. സ്തോത്രം. അവരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ പ്രാർത്ഥിപ്പിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നത്, അവരെ പ്രാർത്ഥിപ്പിക്കാൻ ഞാനാണ് ശക്തീകരിക്കുന്നത്. ക്യാൻസർ രോഗിയായ ഒരു അമ്മാമയ്ക്കോ ഒരു പാസ്റ്ററിനോ ഒരു വിശ്വാസിക്കോ മാത്രമേ ഈ ഉലകത്തിൽ വേറൊരു ക്യാൻസർ രോഗിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അല്ല 10-20 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചതും കണ്ടുകൊണ്ടും ഇരിക്കുന്ന അനുഭവമാണ്. എൻ്റെ സ്വന്തം അമ്മയിൽ അതുണ്ടായിരുന്നു. അമ്മ മരിച്ചുപോയി. എന്നാൽ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് അങ്ങനെ എത്രയോ കർത്തദാസന്മാർ, പ്രൈസ് ദി ലോർഡ്, എത്രയോ ദൈവമക്കൾ അതേ ക്യാൻസർ രോഗിയാണെങ്കിലും തൊട്ട് അതേ ബെഡിൽ കിടക്കുന്ന ആൾ പറയും, നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. അത് വിശ്വാസിയായ അത് ഒരു ഭക്തന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം അവിടെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ആത്മശക്തി പകരപ്പെടുന്നതുകൊണ്ടാണ് അവരുടെ വേദന മറന്ന് അവർ മറ്റുള്ളവരുടെ വേദന എന്ന രീതിയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് ആത്മാവരെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തന്നെയാണല്ലോ യോബ് ചെയ്തത്. തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. തൻ്റെ ആ വിഷമത്തിലിരിക്കുമ്പോൾ അവർ തന്നെ വന്ന് പരിഹസിച്ചും തന്നെ കുറ്റപ്പെടുത്തിയതൊക്കെ അത് മറന്ന് താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു രാജാവിനെ കുറിച്ച് അവിടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് പഴയ നിയമത്തിലെ ഭാഗം തന്നെയാണ് പൗലോസ് വീണ്ടും ഈ ഫറവോനെ കുറിച്ച് എടുത്തു പറയുന്നത്. എന്നാൽ വേറൊരു രാജാവിനെ കുറിച്ച് ദൈവം പറയുന്നു. അത് 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 13-ാം വാക്യം. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. നിന്റെ മുമ്പ് വാഴ്ചക്കാരനോട് ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയുകയില്ല. ദാവീദിനോട് സ്തോത്രം. ശലോമോനെ കുറിച്ചും ശൗലിനെ കുറിച്ചും ദൈവം പറയുന്നതാണ്. എന്താണ്? ഞാൻ അവന് പിതാവ് അവൻ എനിക്ക് പുത്രനായിരിക്കും എന്ന് ശലോമോനെ കുറിച്ച്, ദാവീദിന്റെ മകനെ ശലോമോനെ കുറിച്ച് പറയുന്നു. ദൈവം പറയാണ്, ഞാൻ നിൻ്റെ പക്ഷെ പേര് ഇവിടെ പറയുന്നില്ല, ആള് ശലോമോന. ഞാൻ നിൻ്റെ മക്കളിൽ ഒരു സന്തതിയെ ഞാൻ രാജാവാക്കും, അവൻ എൻ്റെ ആലയം പണിയും എന്നൊക്കെ ദൈവം വാഗ്ദത്തം ചെയ്യണം. അതിന് കൂട്ടത്തിൽ ദൈവം പറയാണ്, അത് നിൻ്റെ മുൻ വാഴ്ചക്കാരനോട് നിനക്ക് മുൻപ് വാഴ്ച ചെയ്ത അത് ഏകൊരു മനുഷ്യനായിരുന്നു, ശൗൽ രാജാവായിരുന്നു. തൻ്റെ അവസ്ഥ നമുക്കറിയില്ലോ. ദൈവഹിതം ഇല്ലാതെ ദൈവമക്കൾ, ഇസ്രായേൽ മക്കൾ രാജാവിനെ ചോദിച്ചു. ജാതികളെ പോലെ, അതാണ് ദൈവത്തിന് ഏറ്റവും വലിയ കോപം വന്നത്. ജാതികളെ പോലെ, നാം ജാതികളെ പോലെ ആകാതിരിക്കാനാണ് ദൈവത്തിൻ്റെ അത് കൽപ്പനയുള്ളത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിങ്ങൾ ജാതികൾ ജൽപ്പന ചെയ്ത പോലെ ജൽപ്പന ചെയ്യരുത് എന്ന് യേശു താൻ തന്നെ പറഞ്ഞു. നിങ്ങൾ ജാതികൾ ഉപവസിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ദിവസം എൻ്റെ കൃപ പ്രാപിച്ച്, എൻ്റെ ആത്മശക്തി പ്രാപിച്ച് ആത്മനിയോഗത്തിൽ നിങ്ങൾ പ്രാപിക്കണം, ആത്മാവൻ നിങ്ങൾ പ്രാപിക്കണം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയാണ്, അവൻ എന്ത് ചെയ്തു? നിൻ്റെ മുൻ വാഴ്ചക്കാരനായ സ്വതം ശൗലിനെ ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞു. അപ്പം കൃപ പകർന്നതാണ്.
പക്ഷേ എന്താ നമുക്ക് ചരിത്രം അറിയാലോ, ബൈബിളിൽ എഴുതിയില്ല, പക്ഷേ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് 40 വർഷം അതേ ശൗൽ രാജാവായി ഭരിച്ചു. അത് 2 വർഷം ആത്മാവിൽ ഭരിച്ചുള്ളൂ. ബാക്കി 38 വർഷം അവൻ രാജാവ് തന്നെയായിരുന്നു, പക്ഷെ ആത്മാവിലല്ല ഭരിച്ചത്. അപ്പം അങ്ങനെയും സംഭവിക്കും. സ്തോത്രം. പക്ഷെ ദൈവം പറയാണ് എന്താണ്, ഞാൻ ഒരിക്കൽ എൻ്റെ കൃപ അവൻ്റെ മേൽ പകർന്നാണ്. ഒന്നുമില്ലാത്ത സ്ഥാനത്ത് അവനെ ഞാൻ പ്രവാചകനാക്കി. അവൻ പ്രവചിച്ചവനാ. അവനെ ഞാൻ എൻ്റെ ജനത്തിന് രാജാവാക്കി തീർത്തു. പക്ഷേ ഒറ്റൊരു അനുസരണക്കേട്. സ്തോത്രം. അതിനവന് ന്യായം പറയാനുണ്ട്. ന്യായം പറയാൻ നമുക്കും ഉണ്ടായിരിക്കും. പക്ഷേ ദൈവമക്കളെ, കർത്തദാസന്മാർ, നമുക്കറിയാലോ, അത് ദൈവം പറയുന്ന ഓരോ കൽപ്പനയും ചെറുതായാലും വലുതായാലും നമ്മളാണല്ലോ ചെറുതും വലുതും ആക്കുന്നത്. ഓരോ കൽപ്പനയും ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതിൽ അയവ് വരുത്തുവാൻ, അതിൽ വെള്ളം കൂട്ടുവാനോ അത് ചേർക്കുവാനോ ഒന്നും നമുക്ക് അവകാശമില്ല. അവൻ ചെയ്തെന്താണ്? നല്ല കാര്യമാണ്. അവൻ്റെ മാനുഷിക ചിന്തയിൽ ശൗലിന് നല്ല കാര്യമായിരുന്നു അതേ ചിന്ത. പക്ഷെ ദൈവം പറയാൻ, നീ അനുസരണക്കേട് കാണിച്ച നിമിത്തമായിട്ട് എൻ്റെ കൃപ ഞാൻ അവനിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്ന് ദാവീദിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സ്തോത്രം, കൃപ പകരുന്ന ദൈവം തന്നെ, ആത്മശക്തി പകർന്ന ദൈവം തന്നെ അത് എടുത്തു കളയുവാൻ തനിക്ക് അധികാരമുണ്ട്. തനിക്ക് വേണ്ടി നിൽക്കുന്നവരെ, തനിക്ക് വേണ്ടി ജീവിക്കുന്നവരെ, തനിക്ക് വേണ്ടി അത് സമർപ്പിച്ചവരെ ഉപയോഗിപ്പാൻ കർത്താവിൻ്റെ വളരെ അതേ ഹിതമുള്ള കാര്യമാണ്. സ്തോത്രം. പുതിയ നിയമത്തിൽ അത് പൗലോസ് ഓർപ്പിക്കുന്ന ഈ ക്ഷീണിച്ചിരിക്കുന്ന മനുഷ്യൻ, വയസ്സനായ മനുഷ്യൻ, സ്തോത്രം, താൻ ഓർപ്പിക്കുന്ന ഫിലിമോനെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 10-11 വാക്യങ്ങൾ താനാണ് പറയാൻ, ഞാൻ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പൗലോസ് പറയാണ്. അപ്പോൾ താൻ ജയിലിലാണെങ്കിലും ക്ഷീണിത അവസ്ഥ ആണെങ്കിലും വയസ്സനാണെങ്കിലും ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിൽ അടിയും ഇടിയും ആഴ്ത്ത അനുഭവം തനിക്ക് ലഭിക്കുന്ന ലുസ്ത്രയിൽ വെച്ച് അത് കല്ലെറിഞ്ഞു. യഹൂദന്മാർ വന്ന് കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചു എന്ന് വിചാരിച്ച് വചനം പറയുന്നത് അവനെ വലിച്ച് ഇഴച്ചുകൊണ്ട് പട്ടണത്തിൽ പുറത്തേക്ക് പോയി. എന്നാൽ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ചുറ്റും നിൽക്കുകയും, വചനം അങ്ങനെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം, ശിഷ്യന്മാർ അവൻ്റെ ചുറ്റും നിൽക്കുകയും അവർ പ്രാർത്ഥിച്ചില്ല, അവർ ആരാധിച്ചില്ല, അവർ അന്യഭാഷ പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, ഉപവസിച്ചില്ല, ഒന്നുമില്ല. അവരെല്ലാം ചുറ്റും നിൽക്കുകയും അവൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചൈത്രന്മാർ പറയുന്നത് അതേ പൗലോസ് ഈ സമയത്താണ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. കാരണം മരിച്ചുപോയ അനുഭവമായിരുന്നല്ലോ. അപ്പോൾ ഈ സമയത്താണ് അത് താൻ എടുക്കപ്പെട്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. അതെങ്ങനെയായാലും നമുക്ക് വിഷയമില്ല. സ്തോത്രം. അപ്പോൾ പക്ഷേ എന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കല്ലേറിൻ്റെ അനുഭവങ്ങളും നിമിത്തം തന്നെ ശരീരം ക്ഷീണിച്ചിരുന്ന അനുഭവം, അത് ശരീരത്തിൽ എന്നും വേദനയായിരുന്നു, പ്രയാസമായിരുന്നു, കണ്ണിൽ നിന്ന് എപ്പോഴും അതേ പഴുപ്പ് വരുന്ന അനുഭവം, അങ്ങനെ പല കാര്യങ്ങളും തനിക്ക് ഉണ്ടായിരുന്നെങ്കിലും താൻ പറയാണ്, ജയിലിൽ പല വർഷം താൻ കിടന്ന അനുഭവം തനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ജയിലിൽ കിടന്നിട്ടും ഞാൻ തടവിലാണെങ്കിലും തളൽ വെച്ചിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, ഇപ്പോഴോ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. അതേ പ്രയോജനമില്ലാത്ത നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് പല സാഹചര്യങ്ങളിൽ നല്ല പ്രയോജനം ഉള്ളവരാക്കി നമ്മളെ തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തടവ് ആണെങ്കിലും രോഗമാണെങ്കിലും അതേ സുവിശേഷത്തിന് ബന്ധനമില്ലല്ലോ. ഹല്ലേലൂയ. അതേ ദൈവം തൻ്റെ കൃപയും ശക്തിയും പൗലോസിനും പകർന്നു, ഒനേസിമോസിനും പകർന്നു. സുവിശേഷം പറയുവാൻ പൗലോസിനും ദൈവകൃപയും ദൈവശക്തി പകർന്നു. ഒനേസിമോസിൽ ആ സുവിശേഷം കേൾക്കുവാൻ, സ്വീകരിപ്പാൻ, അതേ ദൈവത്തിൻ്റെ ദാസനായി തീരുവാൻ ഈ ഒനേസിമോസിന് കയ്യിലാണല്ലോ ആ സ്തോത്രം അതേ ലേഖനം താൻ കൊടുത്തയക്കുന്നത്. മാത്രമല്ല ഒനേസിമോസ് ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി പകരപ്പെട്ടു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ തനിക്കും ഇടവന്നു. ചരിത്രം പഠിപ്പിക്കുന്നത് താൻ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീർന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വർഷത്തെ അവസാനത്തെ ഈ സന്ധ്യാസമയം അതിൽ കർത്താവിൻ്റെ കൃപ നമുക്ക് മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശക്തി അത് ബലഹീനതമേൽ തികഞ്ഞു വരുന്ന ശക്തിയാകുക. സ്തോത്രം. ഏത് സാഹചര്യങ്ങൾ നാം ആയിരുന്നാലും നമ്മളെ ശക്തിയിരിപ്പാൻ, അത് നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ ഉപയോഗിപ്പാൻ ദൈവത്തിന് സാഹചര്യമുണ്ട്, ദൈവത്തിന് ഇഷ്ടമുണ്ട്, ദൈവത്തിന് അതിന് ഹല്ലേലൂയ താല്പര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഒറ്റ ഒരു പ്രവൃത്തിയായിരിക്കും ഒരു ദേശത്ത് ഒരു സഭയെ നിങ്ങളെ കൊണ്ട് ചെയ്യുന്നത്. വലിയ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റൊരു കാര്യമായിരിക്കും. പക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുവാൻ ദൈവത്തിന് അത് പല പദ്ധതികളുണ്ട്. സ്തോത്രം. അതിൽ നമ്മളെ ക്ഷീണിപ്പിക്കുമ്പോൾ മാനസികമായി ക്ഷീണിപ്പിക്കും, ശാരീരികമായി ക്ഷീണിപ്പിക്കും, സാമ്പത്തികമായി ക്ഷീണിപ്പിക്കും. പക്ഷേ ക്ഷീണിപ്പിക്കുമ്പോഴും നാം ക്ഷീണിച്ച് പോകുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ കുടുംബത്തിൽ ഉള്ള ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടെല്ലാം പറയേണ്ട കാര്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനമേ തികഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ ആത്മാവി ദിവസങ്ങൾ അതിനുവേണ്ടി നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൂടി വന്നല്ല കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി നമ്മളെ പുതിയ വർഷം ഉപയോഗിക്കും.
അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അത് നല്ല പ്രയോജനമുള്ളവരാക്കി നിങ്ങളെ തീർക്കട്ടെ. നിങ്ങളുടെ സഭക്കാരെ കർത്താവ് തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുശയിൽ നിന്ന് ഇരിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ ദൈവവചനത്തിൽ ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ചുവല്ലോ. ക്രൂശിന്റെ മറവിൽ മറച്ചതിനാൽ സ്തോത്രം ചെയ്യും. ഈ ദിവസങ്ങൾ നമുക്ക് ആവശ്യമായ ആലോചനയാണ് ഇന്ന് രാത്രിയിൽ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിച്ചത്. അത് നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്ഥലി പിന്നെയും വർദ്ധിച്ചു വരുവാൻ സ്വർഗ്ഗം ഇടയാക്കട്ടെ. കർത്താവിന്റെ ദാസനോട് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പൗലോസിനോട് പറഞ്ഞത്. അത് ഈ ദിവസങ്ങൾ നമുക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒരു വർഷം നമ്മെ വിട്ടു പോവുകയാണ്. വരുന്ന നാളുകളിൽ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇതേ വചനത്തിൽ നമ്മെ ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇയ്യോബിന് സംഭവിച്ച വിഷയത്തെക്കുറിച്ചും ഹാബേലിന് സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ചൊക്കെയും ദൈവദാസൻ പറയുവാനിടയായി തീർന്നു. നമ്മൾക്ക് കഷ്ടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അനേക കഷ്ടങ്ങൾ കൂടെയാണ് നാം ദൈവരാജ്യം അവകാശമാക്കേണ്ടത്. കഷ്ടങ്ങൾ വരുമ്പോൾ പിറുപിറുത്തു പോകുവാനല്ല, തളർന്നു പോകുവാനല്ല, ക്ഷീണിച്ചു മടുത്തു പോകുവാനല്ല. അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവം ഒരുപാട് വിഷയം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കർത്താവിന് വേണ്ടി അതിശക്തിയോടെ ശുശ്രൂഷിച്ച ഒരു ദൈവം, അപ്പോസ്തലന്മാരിൽ ഏറ്റവും മികച്ചവനെന്ന് തന്നെ താൻ തന്നെ പറയത്തക്കവണ്ണം ദൈവമായ കർത്താവ് തന്നെ കരങ്ങൾ ഉപയോഗിച്ചു. അനേക കഷ്ടങ്ങളും ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് ദൈവദാസൻ പറഞ്ഞല്ലോ. അതെല്ലാം സഹിച്ച് കർത്താവിന് വേണ്ടി നിന്നതായ ആ ദൈവദാസനോട് ദൈവം പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി. തന്റെ ജീവിതത്തിൽ മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്മേലൊക്കെയും അന്നേരവും ദൈവം പറയുന്നതും എന്റെ കൃപ നിനക്ക് മതിയെന്ന്. സാത്താനെ തന്നെ കുത്തുവാൻ ഏൽപ്പിച്ചു. എന്നാൽ അത് ദൈവമായ കർത്താവ് ഏൽപ്പിച്ചതുകൊണ്ട് തന്റെ ജീവിതത്തിൽ അതിന് ജയം പ്രാപിച്ച് മുന്നേറുവാൻ സ്വർഗം സഹായിച്ചു. അനേകരെ ഉപദ്രവിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് ചണ്ടിക്കൂമ്പാരത്തിൽ ഇട്ടുകളഞ്ഞ സമയത്തും കൂടെയുള്ള സഹദൈവദാസന്മാർ ചുറ്റുമന നിന്നപ്പോൾ അതിന് നടുവിൽ എഴുന്നേറ്റ് നിന്ന് പിന്നെയും കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുവാൻ പ്രസംഗിക്കുവാൻ ദൈവദാസനെ ഉപയോഗിച്ചതുപോലെ ദൈവദാസന്മാരെ ദൈവമക്കളെ നമുക്ക് പിന്നെ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. വരും ദിവസങ്ങൾ ദൈവമായ കർത്താവ് നൽകി തരുന്ന ശുശ്രൂഷകളിൽ അതിശക്തിയോടെ ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കട്ടെ. അതിനുള്ള അഭിഷേകവും ശക്തിയും ദൈവം നൽകി തരട്ടെ. കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ കർത്താവിൽ നിന്ന് കേൾക്കുന്നത് എന്റെ കൃപ നിനക്കും മതിയെന്ന് പറയുന്നതായ അതേ അനുഭവത്തിൽ നാം പ്രാപിച്ചുകൊണ്ട് ഈ ദിവസം മുന്നേറുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് കർത്താവിന്റെ ദാസൻ സനോജ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദാസിലൂടെ കേൾപ്പിച്ച നല്ല സന്ദേശങ്ങൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവേ സ്തോത്രം. പ്രിയരാഗശ്വാസ കുടുംബമായി ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ മേഖലകളിൽ കർത്താവേ അവൻ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുവാനായി ആരോഗ്യ കർത്താവ് തരുന്നെങ്കിൽ കർത്താവ് ശക്തമായി പിന്നേക്ക് അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ഏടുകളിൽ നിന്ന് ഞങ്ങളോട് ഇടപെട്ടതിനാൽ ഞങ്ങൾ നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. രാജൻ മാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ ഉത്സാഹത്തോടെ ഈ മീറ്റിംഗ് ഒക്കെ നിയന്ത്രിക്കുവാൻ ഗുരുദാസനെ കുടുംബമായി കർത്താവ് ഒരുക്കിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാ മക്കളെ കർത്താവ് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്രയിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർവും കാവലും ഈ ക്രിസ്തുവിൽ സംബന്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ മേലും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ അരുമനാഥനായ കർത്താവിന്റെ രണ്ടാമത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.